പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബിഗ് ഹാൻഡ് കണ്ടിന്യൂയിങ് മീ എന്ന ഹെഡിങ്ങോടെ ഞാൻ എൻ്റെ സാക്ഷ്യം തുടരട്ടെ. ഓരോ 3 മാസത്തെ 6 മാസത്തെ MRI സ്കാൻ എടുക്കുമ്പോൾ ഡോക്ടർമാരുടെ കണ്ണിൽ ഗോഡ് ഗ്രേറ്റ് മിറാക്കുലസ് ഹീലിംഗ് പവർ എൻ്റെ മേൽ വരുന്നത് പോലെ തന്നെ ഡോക്ടർമാർക്ക് തന്നെ തോന്നിയത് കൊണ്ട് 1 വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഡോക്ടറിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോട് തന്നെ ഞാൻ തിരിച്ച് എൻ്റെ ബാംഗ്ലൂർ വൈദേഹി മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകാൻ ആഗ്രഹിച്ചു. അവിടെ കടന്നു ചെന്നു. എൻ്റെ എൻ്റെ ഡിസീസിൻ്റെ സമയത്ത് എൻ്റെ റിസ്ക്കും പ്രോബ്ലങ്ങളും ഒക്കെ അവിടെ കോളേജിൽ അറിയുന്നുണ്ടായിരുന്നു. ഞാൻ ചെന്ന സമയത്ത് എൻ്റെ പ്രിൻസിപ്പാൾ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും പറഞ്ഞത്. മധുമതി മാഡം എന്ന മാമിൻ്റെ പേര്. മാം പറഞ്ഞു, നീ BSc നഴ്സിംഗ് ഇനി തുടർന്ന് പഠിക്കാൻ നിൻ്റെ തലയിലല്ലേ സർജറി ചെയ്തത്, അപ്പോൾ ഇനി ആ സ്ട്രെയിൻ ആയിരിക്കും, അത് റിസ്ക് ആയിരിക്കും, നിനക്ക് പ്രയാസമായിരിക്കും, അതുകൊണ്ട് നീ തുടർന്ന് നാട്ടിൽ ചെന്ന് ചെറിയ കോഴ്സിൽ എന്തെങ്കിലും പഠിക്കുവാൻ മാം എന്നോട് പറഞ്ഞു. അത് കേട്ട് ഞങ്ങൾ നിരാശയായിട്ട് കോളേജിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളുടെ അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ദൈവം തോന്നിച്ചതുപോലെ എൻ്റെ പപ്പ സൗദിയിൽ വെച്ചാണ് കാർഡിയാക് അറസ്റ്റ് വന്നത്. അപ്പം പപ്പയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പപ്പയുടെ ഫ്രണ്ട് പീറ്റർ അങ്കിൾ ആ സമയത്ത് ബാംഗ്ലൂരിലുണ്ടായിരുന്നു. അങ്കിള് എൻ്റെ കോളേജിൽ വരികയും പ്രിൻസിപ്പാളിനോട് സംസാരിക്കുകയും തുടർന്ന് പഠിക്കുവാനുള്ള പ്രിൻസിപ്പാൾ അനുമതി തരികയും തുടർന്ന് ഞാൻ എൻ്റെ ജൂനിയേഴ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ തുടർന്ന് പഠിച്ചു. കോഴ്സ് കംപ്ലീറ്റ് ആക്കുകയും ഞാൻ അവിടെ കോളേജിൽ തന്നെ 1 വർഷം മോണ്ട് ചെയ്തു. അടുത്തുള്ള നാരായണ ഹൃദയാലയ ഹോസ്പിറ്റലിലും വർക്ക് ചെയ്തു. പിന്നീട് മദ്രാസ് മെഡിക്കൽ മിഷനിലും കുറച്ച് നാൾ 6 മാസം വർക്ക് ചെയ്തു. അതിനുശേഷമാണ് എൻ്റെ വിവാഹാലോചനയ്ക്കുള്ള പ്രപ്പോസൽ വന്നത്. തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ കുടുംബജീവിതത്തിൻ്റെ സാക്ഷ്യത്തിലേക്ക്. താങ്ക് യു.